അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാഫിറ വിഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഷിബിലി കോട്ടക്കൽ. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളം വെണ്ണാലയിൽ അമ്മയുടെ മൃതദേഹം കുഴിച്ചുമൂടാൻ മകന്റെ ശ്രമം. നേപ്പാളിൽ ഇന്ന് കാലത്ത് ഭൂചലനം. വലിയോറ ദാറുൽ മആരിഫ് അറബിക് കോളേജിൽ കുട്ടികളുടെ സർഗാത്മക നിറഞ്ഞു തുളുമ്പുന്ന ZQuest 2024 ഇന്ന് തുടക്കം കുറിച്ചു. ഉന്തലും തള്ളലിലും കോൺഗ്രസ് നേതാവ് മാലികാർജുനും 3 BJP MPമാർക്കും പരിക്കേറ്റു. പോലീസ് പരാതിയുമായി ഇരുപക്ഷവും. പ്രധാനമന്ത്രി ഇന്ന് കുവൈറ്റ് സന്ദർശിക്കും. ISL-ൽ ATKക്ക് തോൽവി. 1-നെതിരെ 2 ഗോളുകൾക്ക് ഗോവയുമായി പരാജയപ്പെട്ടു. രണ്ടാമത് ക്ലീൻ ഷീറ്റും തകർന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപകരമായ കൊടുവള്ളിയിലെ MS സൊല്യൂഷന്റെ ജീവനക്കാരിൽ നിന്നോ മൊഴിയെടുക്കാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യവും വെച്ച് റഷ്യ. 2025 സൗജന്യ വിതരണം. ഡൽഹി കലാപം ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. MR അജിത് കുമാറിന് സ്ഥാനകയറ്റം. വാർത്തകൾ വിശദമാകുന്നു. എറണാകുളം വെണ്ണാലിയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടാൻ മകന്റെ ശ്രമം. സംഭവം കണ്ട നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. വെണ്ണാല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എറണാകുളം വെണ്ണാലിയിൽ നിന്നും നാഫി നമ്മോട് ചേരുന്നു. നാഫി, എന്താണ് അവിടുത്തെ അവസ്ഥകൾ? ഷിബിലി, ഇപ്പോൾ ഇവിടെ വളരെ ഗുരുതരമായി നെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം സ്വന്തം മകൻ അമ്മയെ കുഴിച്ചുമൂടുക എന്നുള്ളത് വളരെയധികം നെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇവിടെ നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം എന്നും ലഹരി മധ്യയിലാണ് വീട്ടിലെത്താറുള്ളത്, എന്നും ബഹളമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായി ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനലുകൾക്ക് കിട്ടിയ നാട്ടുകാരുടെ മൊഴി അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എന്നും അദ്ദേഹം വലിയ തോതിലുള്ള ഭയങ്കരമായി അഡിക്റ്റ് ആകുന്ന ലഹരികൾ ഉപയോഗിച്ച് വീട്ടിൽ കയറുകയും അവിടെ എന്നും മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ വളരെയധികം ക്രൂര സ്വഭാവമുള്ള ആളാണ്. നാട്ടുകാരെ വെറുതെ മദ്യക്കാരെ കൊണ്ട് പോകുന്ന വഴിക്ക് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ താമസമാക്കിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും നാട്ടുകാരനായ ഫദിൽ നമ്മോടൊപ്പം ചേരുന്നു. ഫദിൽ, എന്താണ് അദ്ദേഹം എന്നും എവിടെ എന്നും അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം മദ്യം ഉപയോഗിച്ചാണ് വീട്ടിൽ വരാറുള്ളത്. എന്താണ്? അതെ, അദ്ദേഹം എന്നും വീട്ടിലേക്ക് വരുമ്പോൾ മദ്യം ഉപയോഗിച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് വരാറ്. അദ്ദേഹം അമ്മയെ മർദ്ദിക്കാറുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ വീട്ടിൽ ബഹളങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടെ ബഹളങ്ങൾ കേൾക്കാറുണ്ടെന്നാണ്. പിന്നെ ഇത് കൊലപാതകമാണോ അതോ അല്ല അതെ ആ വയസ്സായ ആ അമ്മ രോഗം കാരണം മരിച്ചതാണ് എന്ന് ഇത് ഇപ്പോഴും തെളിവായിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മ വളരെ രോഗിയായി കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇദ്ദേഹം മയക്കുമരുന്ന് യൂസ് ചെയ്ത് വരുന്നതിനാൽ അദ്ദേഹം എന്താണ് അവിടെ നടന്നത്, അദ്ദേഹം മയക്കുമരുന്ന് കഴിച്ച് അദ്ദേഹം മർദ്ദിച്ചാണ് എന്നതിരെ തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും പോലീസിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്തെന്ന് വെച്ചാല് പോലീസുകാരെ ഇപ്പൊ അന്വേഷണം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഷിബിലി, ദാറുൽ മആരിഫ് അറബിക് കോളേജിൽ സർഗാത്മക വിതരണ ZQuest 2024 ഇന്ന് രാവിലെ തുടക്കമായി. അവിടെ നിന്നും നമ്മുടെ സഹപ്രവർത്തകൻ സുമേർ നമ്മോട് ചേരുന്നു. സുമേർ, എന്താണ് അവിടുത്തെ അവസ്ഥകൾ? കേൾക്കുന്നുണ്ടോ? സുമേർ, ഹലോ മിസ്റ്റർ ഷിബിലി, കേൾക്കുന്നില്ല? ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ദാറുൽ മആരിഫിന്റെ മുറ്റത്താണ്. ഇവിടെ ഇന്ന് അവരുടെ ഫെസ്റ്റായ ZQuestന്റെ 11th എഡിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളേഴ്സ് ഓഫ് കമ്പോഷൻ എന്നുള്ള തീമിലാണ് ഇവിടെ പരിപാടി സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെല്ലാം അവരുടെ ഇരുത്തം കാണാൻ തന്നെ വലിയ രസമാണ്. ഓരോ ടീമുകളും ഓരോ പാർട്ടായിട്ട് അവരെല്ലാവരും നിൽക്കുന്ന കാണുന്നത്. ഇവിടെ ജാഫിറ, ദൈഫോറ, ദിൽഫറ അങ്ങനെയുള്ള 3 ടീമുകളായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വിദ്യാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടങ്ങളാണ് കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇവിടെ നടത്തുന്നത് 3 ദിവസത്തെ നീണ്ട ഒരു പരിപാടി തന്നെയാണ്. ഇതിലൂടെ അവരുടെ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധ പരിപോഷിപ്പിക്കുന്നതിനുമാണ് ഇവർ വർഷാവർഷവും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളുടെ എല്ലാവിധ മുഖത്തൊക്കെ ആ സന്തോഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മിസ്റ്റർ ഷിബിലി, നമുക്ക് ഈ രംഗത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളെല്ലാം പിന്നീട് അറിയുന്നത്
കഴിയുമെന്നാണ് അറിയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി വരുമെന്നും ഷൗക്കത്ത് നഈമി ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന എന്തെല്ലാം നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. പിന്നീട് കാര്യമായ പരിപാടികളെല്ലാം വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ സമാപന ചടങ്ങുമെല്ലാം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്നാണ് മിസ്റ്റർ ഷിബിലി അറിയാൻ കഴിയുന്നത്. ഇതോടുകൂടി ഉച്ചവാർത്ത അവസാനിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.